പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ട്രഡീഷണലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായി ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, ഒരു മൺപാത്രം. അതൊന്ന് ചൂടായി വരട്ടെ. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ചൂടായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി വാട്ടിയെടുക്കാം. തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചവാസന ഒന്ന് മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചവാസന എല്ലാം മാറിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഈ ഗ്രേവി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു നാളികേരത്തിൻ്റെ ഒരു മുടി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇന്നലെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കഴുകി ഉപ്പും മഞ്ഞളും തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ടേസ്റ്റോടെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.